കർണാടകയിലെ ധർമ്മസ്ഥലയിൽ രണ്ടാം ഘട്ട തെരച്ചിലിന് അന്വേഷണ സംഘം 5 ഇടങ്ങളിൽ നിന്ന് ഇന്നലെ അസ്ഥിഭാഗങ്ങൾ കണ്ടെടുത്തതോടെ ദുരൂഹതയേറുന്നു. ഈ പ്രദേശം ഉൾപ്പെട്ട ബംഗ്ലഗുഡ വനമേഖലയിലാണ് തെരച്ചിൽ നടത്തുന്നത്. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചേരുകയാണ്. കാരണം ഇതിനിടയിൽ ഈ ധർമ്മസ്ഥലയിൽ നടന്നതൊന്നുമല്ല, ഇതൊക്കെ നാടകമായിരുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ വന്നിരുന്നു. നമ്മൾ ഉൾപ്പെടെയുള്ള വാർത്താ ചാനലുകളെ ജനങ്ങൾ വിമർശിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും ഇവിടെ തലയോട്ടി കണ്ടെത്തി എന്നുള്ള വാർത്തകൾ വരികയാണ്. മുഹമ്മദ് റഹീസ്, എന്താണ് വിവരങ്ങൾ? ഈ ധർമ്മസ്ഥലയിലെ തെരച്ചിലുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു രണ്ടാം ഘട്ട പരിശോധന നടത്താൻ SIT സംഘം തീരുമാനിച്ചിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ഈ തലയോട്ടി, അതായത് ചിന്നയെ കോടതിയിൽ കൊണ്ട് നൽകിയ തലയോട്ടിയുമായി ബന്ധപ്പെട്ട് ആശയക്കുഴപ്പമുണ്ടായിരുന്നു. അത് സ്വാഭാവികമായിട്ട് അയാൾ അവിടെ എത്തി കുഴിച്ചെടുത്ത തലയോട്ടി അല്ല എന്നാണ് SIT നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. ആ തലയോട്ടി കുഴിച്ചെടുത്തതിന് പിന്നിൽ ഈ ആക്ഷൻ കമ്മിറ്റിയിലെ അംഗങ്ങൾ അടക്കം ഭാഗമായിട്ടുണ്ട് എന്ന് കണ്ടെത്തൽ SIT നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ തലയോട്ടി പുറത്തുനിന്ന് കൊണ്ടുവന്നതല്ല, മറിച്ച് ധർമ്മസ്ഥലയിൽ തന്നെ നേരത്തെ മറവ് ചെയ്തിരുന്ന ആരുടെയോ തലയോട്ടിയാണ്. അത് കുഴിച്ചെടുത്ത് ഒരു തെളിവായി കോടതിയിൽ നൽകുകയാണ് ചെയ്തത് എന്നാണ് നിലവിൽ SIT മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി SIT ലീഡ് ചെയ്യുന്ന DGP പ്രണബ് മൊഹന്തിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേർന്നു. അതിന് പിന്നാലെയാണ് നേരത്തെ പരാതി നൽകിയിട്ടുള്ള 2 പേർ, ഒപ്പം തന്നെ അവിടെ കൊല്ലപ്പെട്ടിട്ടുള്ള സൗജന്യയുടെ അമ്മാവൻ, ഇവരൊക്കെയും ഐഡന്റിഫൈ ചെയ്ത പ്ലേസുകളുണ്ട്. ഈ ചിന്നയ്യ ബോഡി കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് പറയപ്പെട്ട സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിലാണ് ഇന്നലെ SIT സംഘം വീണ്ടും പരിശോധന നടത്തിയത്. അവിടെ 5 സ്പോട്ടുകളിൽ നിന്നായി മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് 5 പേരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് എന്ന് സ്ഥിരീകരിക്കാത്ത വിവരമുണ്ട്. എന്നാൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം കൃത്യം തന്നെയാണ്, അത് സ്ഥിരീകരിച്ച വിവരമാണ്, ഔദ്യോഗികമാണ്. അത്തരത്തിൽ അവിടെ മൃതദേഹം കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിൽ SIT ഇപ്പോൾ ചെയ്യുന്നത്, നേരത്തെ ഇവിടെ മരിച്ച ആരുടെയെങ്കിലും മൃതദേഹം അവിടെ കുഴിച്ചിട്ടിട്ടുണ്ടോ എന്ന് പഞ്ചായത്തിനോട് വിവരങ്ങൾ തേടുന്നുണ്ട്. പക്ഷെ അത് വനമേഖലയായതിനാൽ തന്നെ അവിടെ മൃതദേഹം കുഴിച്ചിടാൻ കഴിയില്ല എന്നാണ് അറിയുന്നത്. അത് തന്നെ ഒന്നുകൂടി ഈ പറയുന്ന പഞ്ചായത്ത് രേഖകൾ പരിശോധിക്കുന്നുമുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ 13 ഏക്കറിൽ പല സ്ഥലങ്ങളിലായി ഒരുപാട് മൃതദേഹം കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് ഈ നാട്ടുകാർ പറയുന്നുണ്ട്. അവരുടെ കൂടി സാന്നിധ്യത്തിൽ ഇവിടെ തെരച്ചിൽ നടത്താനാണ് SIT തീരുമാനിച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ നിലവിൽ ഈ ഒരു അസ്ഥികൂടം അവിടെ കോടതിയിൽ നൽകിയ അസ്ഥികൂടത്തിന്റെ പേരിൽ അന്വേഷണം അവസാനിപ്പിക്കാനോ അല്ലെങ്കിൽ ആ അസ്ഥികൂടം അവിടെ നിന്ന് ഇവർ തന്നെ കുഴിച്ചെടുത്തതാണ് എന്ന് കണ്ടെത്തിയതിന്റെ തരത്തിൽ അവസാനിപ്പിക്കാൻ SIT തയ്യാറല്ല. അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.